ഓക്കെ, നമുക്ക് അപ്പോൾ നമ്മുടെ ടോപ്പിക്കിലേക്കൊന്ന് കിടക്കാം. നമുക്ക് പ്രധാനമായിട്ടും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടതുപോലെ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചേഴ്സിൻ്റെ ഡെവലപ്മെൻറ്റ്, പോളിനേഷൻ എന്ന് പറയുന്ന ഫിനോമിനൻ, പിന്നെ ഫെർട്ടിലൈസേഷൻ, ഡെവലപ്മെൻറ്റ് ഓഫ് or formation of the embryo, development of the embryo, differentiation of the embryonal cells, development of seed, development of fruit, dispersal of seed, germination of embryo അല്ലെങ്കിൽ germination of seed. ഇത്രയാണ് നമുക്ക് ഈ വർഷത്തെ സിലബസിൽ പഠിക്കാനുള്ളത്. അതിൽ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ആദ്യം തന്നെ കാണാൻ പോകുന്നത് ആന്ത്രന്റെ പ്രധാനപ്പെട്ട സ്ട്രക്ചേഴ്സ്, ആന്തർ എങ്ങനെ ഡെവലപ്പ് ചെയ്യുന്നു, അതിനകത്തുള്ള പ്രൊട്ടക്റ്റീവ് ലെയേഴ്സ് എന്തൊക്കെയാണ്, സ്പോറോജനസിസ് നടക്കുന്നത് എവിടെയാണ്, സ്പോറോജനസ് ടിഷ്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്, സ്പോർസിന്റെ ഡെവലപ്മെന്റ് എങ്ങനെയാണ്, മൈക്രോസ്പോർസ് എന്ന് പറയുന്നത് പിന്നീട് എങ്ങനെയാണ് പോളൻ ഗ്രെയിൻ ആയിട്ട് മാറുന്നത്, ഈ പോളൻ ഗ്രെയിൻ എങ്ങനെയാണ് ആന്ത്രിൽ നിന്ന് റിലീസ് ചെയ്യപ്പെടുന്നത്, ഇത്രയാണ് നമ്മൾ മൈക്രോ സ്പോറോജനസിസ് ആൻഡ് മൈക്രോ ഗാമറ്റോജനസിസ് എന്നീ രണ്ട് ടേംസിൽ പഠിക്കുന്നത്. അപ്പോൾ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. ഒന്ന്, മൈക്രോ ഗാമറ്റോജനസിസ് എന്ന് പറയുമ്പോൾ മൈക്രോ ഗാമറ്റോഫൈറ്റിന്റെ ഡെവലപ്മെന്റ് ആണ്. മൈക്രോസ്പോറോജനസിസ് എന്ന് പറയുമ്പോൾ മൈക്രോസ്പോർസിന്റെ ഡെവലപ്മെന്റ് ആണ്. ഇത് രണ്ടും രണ്ടാണ്. ഈ രീതിയിൽ നമ്മൾ മനസ്സിലാക്കുക. മൈക്രോ ഗാമറ്റോഫൈറ്റ് എന്നതുകൊണ്ട് എന്താണ് നമ്മൾ മനസ്സിലാക്കുക? ആരെങ്കിലും ഒരാൾ പറഞ്ഞേ, വാട്ട് ഈസ് മെന്റ് ബൈ എ മൈക്രോ ഗാമറ്റോഫൈറ്റ്? ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്ന രണ്ട് കാര്യങ്ങൾ മൈക്രോ സ്പോറോജനസിസ് ആൻഡ് മൈക്രോ ഗാമറ്റോജനസിസ് ഇൻ പ്ലാന്റ്സ് എന്നാണ്. ഞാൻ പറഞ്ഞു, മൈക്രോ സ്പോറോജനസിസ് മീൻസ് ദ ഡെവലപ്മെന്റ് ഓഫ് മൈക്രോസ്പോർസ്. And microgametogenesis means development of microgametophyte. ഇത് പറയുമ്പോൾ ആദ്യത്തെ ക്ലാസ്സിൽ വളരെ വിശദമായിട്ട് നമുക്ക് ഈ ഒരു കോൺസെപ്റ്റ് വിശദമായിട്ട് ഈ ഡെവലപ്മെന്റിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ ഗാമറ്റോഫൈറ്റ് എന്ന കോൺസെപ്റ്റ് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക. ഇന്നത്തെ ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ അടുത്തൊരു 20 മിനിറ്റ് കൊണ്ട് പ്ലാന്റ് കിങ്ഡത്തിലെ ഗാമറ്റോഫൈറ്റ് ആൻഡ് സ്പോറോഫൈറ്റ് എന്ന കോൺസെപ്റ്റ് നിങ്ങൾക്ക് വിശദീകരിച്ചു തരാനാണ്. കാരണം പ്ലാന്റ് കിങ്ഡത്തിന്റെ ഡെവലപ്മെന്റിനെ അല്ലെങ്കിൽ നമ്മുടെ എംബ്രിയോളജിയെ, ഡെവലപ്മെന്റൽ ബയോളജിയെ, എവല്യൂഷണറി ട്രെൻഡ്സിനെ ഒക്കെ കോംപ്രിഹെൻസീവായിട്ട് മനസ്സിലാക്കാൻ ഈ ഒരു ഇൻസൈറ്റ് നിങ്ങളെ സഹായിക്കും എന്നുള്ളത് കൊണ്ടാണ് ഞാനിത് പറയുന്നത്. നേരത്തെയൊക്കെ നമ്മൾ ബോട്ടണി പഠിച്ചു തുടങ്ങുമ്പോൾ ആദ്യം പഠിക്കുന്നത് ലോവർ ഫോംസിൽ നിന്നാണ്. ആൽഗ പഠിച്ചു, പഞ്ചൈ പഠിച്ചു, ബ്രയോഫൈറ്റ് പഠിച്ചു, ടെറിഡോഫൈറ്റ് പഠിച്ചു, ജിംനോസ്പേംസ് പഠിച്ചു, ആൻജിയോസ്പേംസിനെ പറ്റി പഠിച്ചു. ആൻജിയോസ്പേംസിന്റെ ഡിഫറെന്റ് ആസ്പെക്ട്സ് പിന്നീട് വിശദമായിട്ട് പഠിക്കുന്നു. അതിൽ ഒന്നാണ് എംബ്രിയോളജി എന്ന് പറഞ്ഞു വരുമ്പോൾ നമുക്ക് വളരെ വ്യക്തമായിട്ട് നമ്മൾ എവിടെയാണ് നിൽക്കുന്നത്, എന്തിനെ പറ്റിയാണ് പഠിക്കുന്നതെന്ന ധാരണ സ്വാഭാവികമായും ഉണ്ടാകുമായിരുന്നു. എന്നാൽ ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് സെമസ്റ്ററിൽ തന്നെ അനാട്ടമി, എംബ്രിയോളജിയാണ് പഠിച്ചു തുടങ്ങുന്നത്. അതായത് ആൻജിയോസ്പേമിലേക്കാണ് നമ്മൾ ലാൻഡ് ചെയ്യുന്നത്. സെക്കൻഡ് സെമസ്റ്ററിൽ നമ്മൾ എൻവയോൺമെന്റൽ ബയോളജി പഠിക്കും. തേർഡ് സെമസ്റ്ററിൽ എത്തുമ്പോഴാണ്
നമ്മൾ ആദ്യമായിട്ട് ലോവർ ഫോംസിനെ പറ്റി പഠിക്കുന്നത്. ആൽഗെ, ഫഞ്ചൈ, ബ്രയോഫൈറ്റ്, ടെറിഡോഫൈറ്റ് ആൻഡ് ജിംനോസ്പേംസ്. ഇത്രയും നമ്മൾ തേർഡ് സെമിസ്റ്ററിൽ പഠിക്കും. എന്തുകൊണ്ട് ഈ ഒരു ചേഞ്ച് ഉണ്ടായി എന്ന് ചോദിച്ചാൽ മറ്റൊന്നും കൊണ്ടല്ല, ആൽഗെ ഫഞ്ചൈയിലെ ലോവർ ഫോംസ് ആണ്. അവിടെ നിരവധി ജീനസ് നെയിമും സ്പീഷീസ് നെയിമും ഡിഫറൻറ്റ് താലസ് ഓർഗനൈസേഷനും അതിൻ്റെ സ്ട്രക്ചറും ഒക്കെ പഠിക്കാൻ വളരെ കോംപ്ലിക്കേറ്റഡ് ആയതുകൊണ്ട് ഫസ്റ്റ് ഇയറിലേക്ക് ജോയിൻ ചെയ്യുമ്പോൾ തന്നെ ഇത് പഠിക്കുന്നത് പിള്ളേർക്ക് ഭയങ്കര വിഷമമാണ് എന്ന് പറഞ്ഞിട്ടാണ് യൂണിവേഴ്സിറ്റിയിലെ അധ്യാപകർ ചേർന്ന് ഫസ്റ്റ് സെമസ്റ്ററിൽ നമുക്ക് അനാട്ടമിയും എംബ്രിയോളജിയും പഠിക്കാം എന്ന് തീരുമാനിച്ചു. അതുകൊണ്ട് നമ്മളിപ്പോൾ പഠിപ്പിക്കുന്നത് അനാട്ടമി എംബ്രിയോളജിയാണ്. അപ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ എംബ്രിയോളജിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കോൺസെപ്റ്റുകളാണ് ഈ ഗാമറ്റോജെനസിസ് എന്ന് പറയുന്നത്. അതിൻ്റെ എവല്യൂഷണറി സിഗ്നിഫിക്കൻസ് എന്താണെന്ന് ഇതേപ്പറ്റി വ്യക്തമായ ധാരണ ഇല്ലാത്തവർക്ക്, പ്ലസ് ടുവിലൊക്കെ വിശദമായിട്ട് ഇതേപ്പറ്റി ഉൾക്കാഴ്ചയോടെ പഠിച്ചിട്ടില്ലാത്തവർക്ക് പെട്ടെന്ന് മനസ്സിലാവണമെന്നില്ല. അതുകൊണ്ടാണ് ഞാനത് പറയുന്നത്. നിങ്ങൾ ആൽഗ പരിശോധിച്ച് നോക്കൂ, ഫഞ്ചൈ പരിശോധിച്ച് നോക്കൂ, പ്ലസ് ടുവിന് പഠിച്ച ഓർമ്മ വെച്ച് ഒന്ന് പരിശോധിച്ചാൽ മതി. ആൽഗകൾ എന്ന് പറയുന്നത് വെള്ളത്തിൽ വളരുന്നവയാണ്. ടെറസ്ട്രിയൽ ആയിട്ടുള്ള ആൽഗകളും ഉണ്ട്, എപ്പിഫൈറ്റ്സോ പാരസൈറ്റ്സോ ആയിട്ടൊക്കെ ജീവിക്കുന്ന ആൽഗകളും ഉണ്ട്. അതുപോലെ ഫംഗസുകളെ പറ്റി ചിന്തിച്ചു നോക്കുക. ഫംഗസുകൾ എന്ന് വെച്ചാൽ ഈസ്റ്റ് ഒരു ഫംഗസ് ആണ്. നമ്മൾ റൊട്ടിയുടെ പുറത്ത് കാണപ്പെടുന്ന പൂപ്പൽ എന്ന് പറയുന്നത് അത് ഒന്നുകിൽ പെനിസിലിയം ആയിരിക്കും, അല്ലെങ്കിൽ പിത്തിയമായിരിക്കും, അല്ലെങ്കിൽ റൈസോപ്പസ് ആയിരിക്കും. സൈഗോമൈസീറ്റ്സ്, പിന്നെ ആസ്കോമൈസീറ്റ്സ്, ബസിഡിയോമൈസീറ്റ്സ്, ഇത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ബസിഡിയോമൈസീറ്റ്സ് എന്ന് പറയുമ്പോൾ കുമിളുകൾ ഒക്കെ വരാത്താണ് വരുന്നത്. ഡ്യൂട്ടറോമൈസീറ്റ്സ് എന്നൊരു ഗ്രൂപ്പ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. നോക്കിക്കഴിഞ്ഞാൽ ഈ ലോവർ ഫോംസ് ഒക്കെ എടുത്ത് പരിശോധിച്ചാൽ ആൽഗകളിൽ ഭൂരിപക്ഷവും അതിൻ്റെ ലൈഫ് സൈക്കിളിൻ്റെ പ്രധാന ഭാഗം എന്ന് പറയുന്നത് ഹാപ്ലോയിഡ് ജനറേഷനാണ്. ഹാപ്ലോയിഡ് ജനറേഷൻ എന്ന് പറയുന്നത് എന്താ? അവയുടെ ഒരു സെല്ലിനകത്ത് ഒരു സെറ്റ് ക്രോമസോം മാത്രമേ കാണത്തുള്ളൂ. ഈ വലിയ ഓർഗാനിസംസിന്റെ ഓരോ സെല്ലും എടുത്ത് പരിശോധിച്ചാൽ അവയിൽ ഒരു സെറ്റ് ക്രോമസോം മാത്രമേ കാണത്തുള്ളൂ. നമ്മൾ ഹ്യൂമൻ ബീയിങ്സിന്റെ ക്രോമസോം പറയുമ്പോൾ 2n = 46 അല്ലെങ്കിൽ 23 പെയർ എന്നാണ് പറയുക. എന്നാൽ ഈ ലോവർ ഫോംസ് എടുത്ത് പരിശോധിച്ചാൽ ആ പെയർ എന്ന് പറയുന്നത് കാണില്ല. 23 എണ്ണം എന്ന് പറയുന്ന തുല്യമായ ഹാപ്ലോയിഡ് നമ്പർ മാത്രമേ കാണത്തുള്ളൂ, അല്ലേ? പിന്നീട് ഈ ഹാപ്ലോയിഡ് ഓർഗാനിസത്തിൽ ഒരു റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ ഡെവലപ്പ് ചെയ്ത് അവിടെ റീപ്രൊഡക്റ്റീവ് സെൽസ് ഉണ്ടായി, ഗമീറ്റ്സ് ഉണ്ടായി. ആ ഗമീറ്റ്സ് ഫ്യൂസ് ചെയ്ത് ഒരു സൈഗോട്ട് ഉണ്ടാവും. ആ സൈഗോട്ടാണ് അവിടെ ഡിപ്ലോയിഡ് സ്ട്രക്ചർ. ഈ സൈഗോട്ടിൽ നിന്ന് അടുത്ത ഗ്രോത്ത് സംഭവിക്കുക എന്ന് പറയുന്നത് ആദ്യം സംഭവിക്കുന്നത് ഈ സൈഗോട്ടിന്റെ മിയോസിസ് ആണ്. മിയോസിസ് എന്ന് വെച്ചാൽ റിഡക്ഷൻ ഡിവിഷൻ സംഭവിച്ച് ഈ സൈഗോട്ടിലെ ക്രോമോസോം എണ്ണം വീണ്ടും ഹാപ്ലോയിഡ് ആയിട്ട് മാറും. അപ്പോൾ നമ്മൾ പറഞ്ഞത് ഹാപ്ലോയിഡ് ആയിട്ടുള്ള മെയിൽ പ്ലാന്റ്, ഹാപ്ലോയിഡ് ആയിട്ടുള്ള ഫീമെയിൽ പ്ലാന്റ്, രണ്ടും ഗമീറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ആ ഗമീറ്റ്സ് ഫ്യൂസ് ചെയ്ത് സൈഗോട്ട് ഉണ്ടാകുന്നു. ആ സൈഗോട്ട് ഡിപ്ലോയിഡ് ആണ്, അല്ലെ? 2n ആണ്. ആ സൈഗോട്ടിൽ വെച്ച് മിയോസിസ് സംഭവിക്കുന്നു. മിയോസിസ് സംഭവിച്ചിട്ട് ഉണ്ടാകുന്ന സെൽസ്, ആ സെല്ലാണ് പിന്നീട് വളർന്ന ഓർഗാനിസമായി മാറുന്നത്. അപ്പോൾ ആ ഓർഗാനിസം വീണ്ടും ഹാപ്ലോയിഡ് ആകും. അപ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റുന്നത് ഒരു ഹാപ്ലോയിഡ് ജനറേഷൻ, ഹാപ്ലോയിഡ് ഗമീറ്റ്, ഡിപ്ലോയിഡ് സൈഗോട്ട്, വീണ്ടും മിയോസിസ്, ഹാപ്ലോയിഡ് ജനറേഷൻ, ഹാപ്ലോയിഡ് ഗമീറ്റ്, ഡിപ്ലോയിഡ് സൈഗോട്ട്, ഇങ്ങനെയാണ്. അപ്പോൾ അഥവാ ആ ലൈഫ് സൈക്കിളിൽ, ആ ജീവിയുടെ ജീവിതചക്രത്തിൽ ഡിപ്ലോയിഡ് ആയിട്ടുള്ള ഒരേ ഒരു സ്റ്റേജ് എന്ന് പറയുന്നത്
അതിന്റെ സൈഗോട്ടാണ് അല്ലെ. ഡിപ്ലോയിഡ് ആയിട്ടുള്ള ഒരു സ്റ്റേജ് സൈഗോട്ടാണ്. എന്നാൽ നമ്മുടെ കാര്യം ആലോചിച്ച് നോക്കൂ, മനുഷ്യരുടെ കാര്യം ആലോചിച്ച് നോക്കൂ. മനുഷ്യരുടെ കാര്യത്തിൽ അല്ലെങ്കിൽ നമുക്ക് ഇന്ന് ലോകത്ത് പരിചയമുള്ള മറ്റ് ആനിമൽസിന്റെ കാര്യത്തിൽ, നമ്മളിന്ന് കാണുന്ന മോസ്റ്റ് ഓഫ് ദ പ്ലാന്റ്സിന്റെ കാര്യത്തിൽ, ഹയർ പ്ലാന്റ്സ് ഉദ്ദേശിക്കുന്നത്, മോസ്റ്റ് പ്ലാന്റ്സ് അല്ല, ഹയർ പ്ലാന്റ്സിന്റെ കാര്യത്തിൽ ഒക്കെ ഓർഗാനിസംസ് ഡിപ്ലോയിഡ് ആണ് അല്ലെ. ഓർഗാനിസം ഡിപ്ലോയിഡ് ആണ്. ആ ഓർഗാനിസത്തിൽ റീപ്രൊഡക്റ്റീവ് സെൽസ് ഡെവലപ്പ് ചെയ്യുന്നു. ആ റീപ്രൊഡക്റ്റീവ് സെൽസിൽ ഡെവലപ്പ് ചെയ്യാൻ ഉള്ള പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ അതിലൊരു ഘട്ടത്തിൽ സ്പോർ മദർ സെൽസ് എന്ന് പറയുന്ന സെൽസ് ഡെവലപ്പ് ചെയ്യുന്നു. ആ മദർ സെൽസ് മിയോസിസ് നടത്തുന്നു. മിയോസിന്റെ ഫലമായിട്ട് സ്പോറോസൈറ്റ്സ് ഉണ്ടാവും, അഥവാ സ്പോറിന്റെ ആദ്യത്തെ സെല്ലുണ്ടാവും. ആ സെല്ല് മിയോസിസിന്റെ ഫലമായിട്ട് ഉള്ളതായതുകൊണ്ട് അത് ഹാപ്ലോയിഡ് ആയിരിക്കും. ഈ ഹാപ്ലോയിഡ് സെൽസ് ഗമീറ്റായി മാറുന്നു. അപ്പോൾ ഈ ഹാപ്ലോയിഡ് ഗമീറ്റ് ആണ് ഫ്യൂസ് ചെയ്യുന്നത്. ഹാപ്ലോയിഡ് ഗമീറ്റ് ഫ്യൂസ് ചെയ്യുമ്പോൾ സൈഗോട്ട് ഡിപ്ലോയിഡ് ആവും. സൈഗോട്ട് പിന്നീട് മിയോസിസ് നടക്കുന്നില്ല. സൈഗോട്ടിൽ നിന്ന് മെയിൽ ഓർഗാനിസവും അല്ലെങ്കിൽ ഫീമെയിൽ ഓർഗാനിസം ഡെവലപ്പ് ചെയ്യും. ഡിപ്ലോയിഡ് ഓർഗാനിസം, അതിൽ ഹാപ്ലോയിഡ് ഗമീറ്റ്സ് ഫ്യൂസ് ചെയ്ത് സൈഗോട്ട്, വീണ്ടും ഡിപ്ലോയിഡ് ഓർഗാനിസം. ഇതാണ് നമ്മൾ ഹയർ ഓർഗാനിസംസിൽ കാണുന്നത്. അപ്പൊ നമ്മൾ കണ്ടത് മിയോസിസ് രണ്ട് സ്ഥലത്ത് സംഭവിക്കാം എന്നുള്ളതാണ്. എവിടെയൊക്കെയാണ് മിയോസിസ് സംഭവിക്കാവുന്നത്? ലൈഫ് സൈക്കിളിന്റെ പാറ്റേൺ അനുസരിച്ച് ആ ഓർഗാനിസം ഡിപ്ലോയിഡ് ആണെങ്കിൽ മിയോസിസ് സംഭവിക്കുന്നത് ഗമീറ്റ് ഫോർമേഷന് തൊട്ട് മുമ്പായിരിക്കും. നമ്മൾ അതിനെ ഗമീറ്റിക് മിയോസിസ് എന്ന് വിളിക്കും. എന്നാൽ ഓർഗാനിസം ഹാപ്ലോയിഡ് ആണെങ്കിൽ, ഓർഗാനിസത്തിന്റെ എല്ലാ സെൽസും ഹാപ്ലോയിഡ് ആണ്, ഗമീറ്റ് ഫോം ചെയ്യുന്നതിന് മുമ്പ് മിയോസിസ് നടക്കേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ നടക്കാൻ പറ്റത്തില്ല. ഗമീറ്റ് നേരിട്ട് ഫോം ചെയ്യുന്നു, സൈഗോട്ട് ഫോം ചെയ്യുന്നു. സൈഗോട്ടിൽ നിന്ന് മറ്റൊരു ഓർഗാനിസം ഉണ്ടാകാതെ സൈഗോട്ടിൽ നിന്ന് മിയോസിസ് നടന്ന് ഹാപ്ലോയിഡ് സെൽസ് ഉണ്ടായി, അതിൽ നിന്ന് ഹാപ്ലോയിഡ് ഓർഗാനിസം ഡെവലപ്പ് ചെയ്യുന്നു. അപ്പോൾ ലൈഫ് സൈക്കിളിന്റെ പ്രധാന ഭാഗം അല്ലെങ്കിൽ ഓർഗാനിസം എന്ന് പറയുന്നത് ഹാപ്ലോയിഡ് ആണെങ്കിൽ മിയോസിസ് നടക്കുന്നത് സൈഗോട്ടിലായിരിക്കും. അപ്പൊ നമ്മൾ രണ്ട് സ്ഥലത്ത് മിയോസിസ് നടക്കാം എന്ന് കണ്ടു. ഓർഗാനിസം ഹാപ്ലോയിഡ് ആണെങ്കിൽ മിയോസിസ് നടക്കുന്നത് സൈഗോട്ടിലായിരിക്കും. അതിന് നമ്മൾ സൈഗോട്ടിക് മിയോസിസ് എന്ന് പറയും. ഓർഗാനിസം ഡിപ്ലോയിഡ് ആണെങ്കിൽ ഗമീറ്റ് ഫോർമേഷന് തൊട്ട് മുമ്പായിരിക്കും മിയോസിസ് നടക്കുന്നത്. അതിന് നമ്മൾ ഗമീറ്റിക് മിയോസിസ് എന്ന് പറയും. നമ്മൾ ആൽഗകളുടെ കാര്യം പറഞ്ഞപ്പോൾ, ആൽഗകൾ പൊതുവെ, എല്ലാമല്ല, ഒരു സ്ട്രിക്റ്റ് റൂളൊന്നുമല്ല, ആൽഗകൾ പൊതുവെ അല്ലെങ്കിൽ ലോവർ ഫോംസ് പൊതുവെ ഹാപ്ലോയിഡ് ആണ്. അതുകൊണ്ട് തന്നെ അവയിൽ മിയോസിസ് നടക്കുന്നത് സൈഗോട്ടിലാണ്. പിന്നെ ഒരു എലാബറേറ്റ് ലൈഫ് സൈക്കിളിൽ സൈഗോട്ട് മാത്രം ഡിപ്ലോയിഡ് ആയിട്ടിരിക്കുകയും ഉടനെ തന്നെ മിയോസിസ് സംഭവിക്കുകയും ചെയ്യുന്നു. ഇതാണ് ആൽഗകളിൽ കാണപ്പെടുന്നത് പ്രധാനമായിട്ട്. എന്നാൽ ആൽഗകൾ കഴിഞ്ഞ് എവല്യൂഷണറി സീക്വൻസിൽ അടുത്ത ഗ്രൂപ്പ് ഏതാണ്? നമുക്കറിയാം, ആൽഗകൾ കഴിഞ്ഞാൽ പിന്നെ ബ്രയോഫൈറ്റ് ആണ് വരുന്നത്. ബ്രയോഫൈറ്റിൽ എത്തിക്കഴിയുമ്പോൾ, ബ്രയോഫൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾക്കറിയാം. ബ്രയോഫൈറ്റ്സിനകത്ത് വരുന്നതാണ് റിക്സിയ, മർക്കാൻഷ്യ, ആന്തോസിറോസ്, മോസസ്. മോസസിൽ നിങ്ങൾ പഠിച്ചത് ഫ്യൂണേറിയ ആയിരിക്കും. ഫ്യൂണേറിയ എന്ന് പറയുന്നത് നമ്മുടെ മതിലിലും കിണറിന്റെ അരികിലും ഒക്കെ പായൽ എന്ന് നമ്മൾ പറയുന്ന സാധനമാണ്. ഒരു കൊമ്പുമായിട്ട് മുകളിലേക്ക് ഇങ്ങനെ വന്ന് വളർന്നിരിക്കുന്ന ഒരു ചെറിയ ചെടിയാണ് അല്ലെ. നമ്മളത് എടുത്ത് പരസ്പരം കൊളുത്തി വലിച്ച് പൊട്ടിച്ച് കളിക്കാറൊക്കെ ഉണ്ടായിരുന്നു വളരെ കുട്ടിക്കാലത്ത്. ഇതൊക്കെ കിട്ടുന്ന സ്ഥലത്താണെങ്കിൽ അല്ലെ. ആ സ്ട്രക്ചറിനെയാണ് നമ്മൾ മോസ് എന്ന് വിളിക്കുന്നത്. അത് ബ്രയോഫൈറ്റ് ആണ്. ആ ബ്രയോഫൈറ്റിന്റെ ഡെവലപ്മെന്റ് എങ്ങനെയാണെന്ന് ആലോചിച്ച് നോക്കൂ.
ആ ബ്രയോഫൈറ്റിന്റെ ലോവർ പാർട്ടായിട്ട് കാണുന്നത്, ലീഫായിട്ട് നമ്മൾ കാണുന്നത് കുഞ്ഞു കുഞ്ഞു ലീഫ് പോലെ കാണാം. അതിന്റെ താഴോട്ട് മണ്ണിൽ പിടിച്ചു നിൽക്കുന്ന റൈസോയിഡൽ പോർഷൻ ഉണ്ട്. ഈ ലീഫും റൈസോയിഡും ഗാമറ്റോഫൈറ്റിക് ജനറേഷനാണ്. ഗാമറ്റോഫൈറ്റിക് ജനറേഷൻ എന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ സൈഗോട്ട് ഉണ്ടാകുന്നു. ആ സൈഗോട്ട് മിയോസ് നടന്ന് ഡെവലപ്പ് ചെയ്യുന്നു. ഹാപ്ലോയിഡ് ജനറേഷനാണ്. ആ ഹാപ്ലോയിഡ് പ്ലാന്റ് ആണ് ആ റൂട്ടും അതിന്റെ ലീഫ് പോലുള്ള സ്ട്രക്ചേഴ്സ്. എന്നാൽ ഈ ഹാപ്ലോയിഡ് ഓർഗാനിസത്തിന്റെ ടിപ്പില് റീപ്രൊഡക്റ്റീവ് സെൽസ് ഡെവലപ്പ് ചെയ്യും. ആന്ത്രീഡിയ ആർക്കിഗോണിയ ഡെവലപ്പ് ചെയ്യുന്നു. അവിടെ ഡയറക്റ്റ് ഗമീറ്റ്സ് ഉണ്ടാകും. ഫെർട്ടിലൈസ് ചെയ്ത് സൈഗോട്ട് ഉണ്ടാകും. നമ്മൾ നേരത്തെ പറഞ്ഞത് ഹാപ്ലോയിഡ് പ്ലാന്റ് ആണെങ്കിൽ സൈഗോട്ട് ഉണ്ടായി കഴിഞ്ഞാൽ അതിൽ മിയോസ് നടക്കുന്നതാണ്. പക്ഷെ ബ്രയോഫൈറ്റിൽ അങ്ങനെയല്ല. ഈ സൈഗോട്ട് അവിടെ ഇരുന്ന് ആ ചെടിയുടെ മണ്ടയിൽ അവിടെ തന്നെ ഇരുന്ന് ജെർമിനേറ്റ് ചെയ്ത് ഒരു സ്പോറോഫൈറ്റ് ഉണ്ടാകും. ആ സ്പോറോഫൈറ്റ് ആണ് അതിന്റെ മുകളിൽ നമ്മൾ കാണുന്ന ഈ വളഞ്ഞ കാലുമായിട്ട് നിൽക്കുന്ന ഒരു സാധനം മുകളിലോട്ട് പൊങ്ങി നിൽക്കുന്നത് കാണുന്നത്. അതിന് 3 സ്ട്രക്ചേഴ്സ് ഉണ്ട്. ഫുട്ട്, അലോങ് സീറ്റ, അതിന്റെ ടിപ്പിൽ കാണുന്ന ഒരു ക്യാപ്സ്യൂൾ, അത് അതിന്റെ സ്പോറോഫൈറ്റ് ആണ്. അപ്പൊ ഇവിടെ നമുക്ക് കാണാവുന്ന എന്താണ്, നമ്മൾ നേരത്തെ പറഞ്ഞ ലോവർ ഫോംസിലെ ഹാപ്ലോയിഡ് ജനറേഷനും ഹയർ പ്ലാന്റ്സിലെ അല്ലെങ്കിൽ ഹയർ അനിമൽസിലെ നമ്മുടെ കരുതിൽ കാണപ്പെടുന്ന പോലുള്ള ഡിപ്ലോയിഡ് ജനറേഷനും അല്ല നമ്മളിവിടെ കാണുന്നത്. മറിച്ച് ഒരു ഹാപ്ലോയിഡ് പ്ലാന്റ് ഉണ്ട്, അതിനകത്ത് തന്നെ സൈഗോട്ട് ഡെവലപ്പ് ചെയ്യുന്നു. ആ സൈഗോട്ട് ജെർമിനേറ്റ് ചെയ്യുന്നു. അടുത്ത ജനറേഷൻ സ്പോറോഫൈറ്റ് അതിന്റെ മണ്ട തന്നെ പിടിച്ചിരിക്കുന്നു. ഇനി അതിൽ നിന്ന് മിയോസിസ് നടന്ന് ഉള്ള സ്പോർ ഡിസ്പേഴ്സ് ചെയ്ത് അത് എവിടെയെങ്കിലും വീണ്ടും ഹാപ്ലോയിഡ് ജനറേഷൻ ഉണ്ടാകുന്നു. അതിന്റെ മണ്ടയിൽ വീണ്ടും ഡിപ്ലോയിഡ് ജനറേഷൻ ഉണ്ടാകും. അപ്പൊ നമുക്കിവിടെ കാണാവുന്ന എന്താണ്, ദ ഡിപ്ലോയിഡ് ജനറേഷൻ, the diploid plant, the diploid foot seta and capsule or diploid sporophyte is dependent on the gametophyte. Dependent on the gametophyte. ആ ഗാമറ്റോഫൈറ്റിന്റെ മണ്ടയിലാണ് പിടിച്ചിരിക്കുന്നത്. ഗാമറ്റോഫൈറ്റ് ആണ് അതിന് ആവശ്യമുള്ള ഫുഡ് എല്ലാം കൊടുക്കുന്നത്. ദിസ് ഇസ് ദ കണ്ടീഷൻ. Similarly, in the next stage, when it comes to pteridophytes, ടെറിഡോഫൈറ്റ് വരുമ്പോഴത്തേക്ക് നിങ്ങൾ പഠിച്ചിട്ടുള്ള ഏതാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഒരുപക്ഷെ നിങ്ങൾ സെലാജിനെല്ലാം പഠിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ ടെറിസ് പഠിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഫേൺസ് എന്ന് പറയുന്ന ഗ്രൂപ്പിനെ മൊത്തത്തിൽ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. നമ്മുടെ നഴ്സറികളിലും വീട്ടിലൊക്കെ വെക്കാറുണ്ട് ഫേൺസ് എന്ന് പറഞ്ഞിട്ട്. ഈ ഫേൺസിന്റെ പ്രത്യേകത എന്താണെന്ന് നോക്കിയാൽ, നമ്മൾ നേരത്തെ പറഞ്ഞ മോസിനകത്ത് ബ്രയോഫൈറ്റിനകത്ത് ഗാമറ്റോഫൈറ്റിനെ ഡിപ്പെൻഡ് ചെയ്ത് സ്പോറോഫൈറ്റ് ആണെങ്കിൽ തൊട്ടടുത്ത എവല്യൂഷൻ തൊട്ടടുത്ത സ്റ്റെപ്പ് അടുത്ത ലെയർ എത്തുമ്പോഴത്തേക്ക് അഥവാ ടെറിഡോഫൈറ്റ് എത്തുമ്പോഴത്തേക്ക് നമുക്ക് ഗാമറ്റോഫൈറ്റും അതുപോലെ തന്നെ ഒരു സ്പോറോഫൈറ്റും കാണാം. അതായത് ഈ സ്പോർട്സ് വീണ് ഹാപ്ലോയിഡ് സ്പോർട്സ് വീണ് ജെർമിനേറ്റ് ചെയ്ത് ഒരു മെയിൽ പ്ലാന്റും ഒരു ഫീമെയിൽ പ്ലാന്റും ഉണ്ടാവും. ആ ഫീമെയിൽ പ്ലാന്റിന് നിരവധി ലീവ്സ് ഉണ്ട്, റൂട്ട് ലൈക്ക് സ്ട്രക്ചേഴ്സ് ഉണ്ട്, സ്പൊറാൻജിയം ഉണ്ട്. ഇതിനകത്ത് നിന്ന് ഗമീറ്റ്സ് ഫോം ചെയ്യുന്നു. ഈ ഗമീറ്റ്സ് തമ്മിൽ ഫ്യൂസ് ചെയ്യുന്നു. ഡിപ്ലോയിഡ് ആയ ഒരു സൈഗോട്ട് ഉണ്ടാകും. ആ സൈഗോട്ടിൽ നിന്ന് സ്പോർട്സ് റിലീസ് ചെയ്യപ്പെടും. ആ റിലീസ് ചെയ്യപ്പെടുന്ന സ്പോർട്സ് ജെർമിനേറ്റ് ചെയ്ത് ഒരു സ്പോറോഫൈറ്റിക് ജനറേഷൻ ഉണ്ടാകും. ആ സ്പോറോഫൈറ്റിക് ജനറേഷനും വീണ്ടും വളരുന്നു. അപ്പോൾ ഗാമറ്റോഫൈറ്റ് ഉണ്ട്, അതേ സ്റ്റാറ്റസ് തന്നെയുള്ള ഇൻഡിപെൻഡന്റ് ആയ ഒരു സ്പോറോഫൈറ്റും കാണപ്പെടും. ആ സ്പോറോഫൈറ്റിൽ നിന്ന് വീണ്ടും മിയോസ് നടന്ന് മിയോസ്പോർസ് ഉണ്ടാകുന്നു. മിയോസിന് ശേഷമുള്ള സ്പോർസ് ഉണ്ടാകും. ആ സ്പോർസ് ജെർമിനേറ്റ് ചെയ്ത് ഗാമറ്റോഫൈറ്റിക് ജനറേഷൻ ഉണ്ടാകും. ഈ ഗാമറ്റോഫൈറ്റിക് ജനറേഷനും സ്പോറോഫൈറ്റിക് ജനറേഷനും തമ്മിൽ നോക്കിയാൽ ചിലതിൻ്റെയൊക്കെ ഗാമറ്റോഫൈറ്റിക് ജനറേഷൻ സൈസ് ചെറുതായിരിക്കും എന്നുള്ളതേ ഉള്ളൂ. അല്ലെങ്കിൽ ചിലതിൻ്റെ സ്പോറോഫൈറ്റിക് ജനറേഷൻ കുറച്ച് വലുതായിരിക്കും എന്നുള്ളതേ ഉള്ളൂ. അതല്ലെങ്കിൽ സ്പോറോഫൈറ്റും ഗാമറ്റോഫൈറ്റും കണ്ടാൽ തിരിച്ചറിയാൻ പറ്റാത്ത ഒരേ സൈസ് ഉള്ളവയും ഉണ്ട്. അപ്പൊ ഗാമറ്റോഫൈറ്റ് ജനറേഷൻ ഉണ്ട്, സ്പോറോഫൈറ്റ് ജനറേഷൻ ഉണ്ട്. ഗാമറ്റോഫൈറ്റിൽ സെക്സ് ഓർഗൻസ് ഫോം ചെയ്യുന്നു, ഫ്യൂഷൻ നടക്കുന്നു, സൈഗോട്ട് ഉണ്ടാകുന്നു. ആ സൈഗോട്ട് ഡെവലപ്പ് ചെയ്ത് സ്പോറോഫൈറ്റിക് ജനറേഷൻ ഉണ്ടാകും. സ്പോറോഫൈറ്റിക് ജനറേഷനിൽ മിയോസ് നടന്ന് സ്പോർട്സ് ഉണ്ടാകും. ആ സ്പോർട്സ് ജെർമിനേറ്റ് ചെയ്ത് ഗാമറ്റോഫൈറ്റിക് ജനറേഷൻ ഉണ്ടാകും. അപ്പോൾ
നമ്മൾ ഇതുവരെ കണ്ടതെന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ ആൽഗയില് ഗാമറ്റോഫൈറ്റ് ആണ്, സ്പോറോഫൈറ്റ് ആയിട്ട് സൈഗോട്ട് മാത്രമേ ഉള്ളൂ. ബ്രയോഫൈറ്റിൽ ഗാമറ്റോഫൈറ്റ് ഉണ്ട്, സ്പോറോഫൈറ്റും ഉണ്ട്. പക്ഷെ ആ സ്പോറോഫൈറ്റ് വളരെ ചെറുതാണ്, ഡിപ്പെൻഡന്റ് ഓൺ ദ ഗാമറ്റോഫൈറ്റ് ആണ്. ടെറിഡോഫൈറ്റിലേക്ക് എത്തുമ്പോഴത്തേക്ക് സ്പോറോഫൈറ്റും ഗാമറ്റോഫൈറ്റും തുല്യ സ്ഥാനമുള്ള ഇൻഡിപെൻഡന്റ് പ്ലാന്റ്സ് ആയിട്ട് മാറും. ടെറിഡോഫൈറ്റ് കഴിഞ്ഞ അടുത്ത സ്റ്റേജ് ഏതാ? ടെറിഡോഫൈറ്റ് കഴിഞ്ഞാൽ പിന്നെ ജിംനോസ്പേംസ് ആണ്. ജിംനോസ്പേംസ് എത്തുമ്പോഴത്തേക്ക് ഗാമറ്റോഫൈറ്റ് ജനറേഷൻ അങ്ങ് ചുരുങ്ങുന്നു. ഗാമറ്റോഫൈറ്റിക് ജനറേഷൻ വളരെ വളരെ ചുരുങ്ങിപ്പോയിട്ട് സ്പോറോഫൈറ്റിക് ജനറേഷൻ അല്ലെങ്കിൽ ഡിപ്ലോയിഡ് ജനറേഷൻ വളരെ എലാബറേറ്റ് ആകും. ജിംനോസ്പേമിന്റെ എക്സാമ്പിൾ ആയിട്ട് നമ്മൾ കാണുന്നത് സൈക്കസ്, പൈനസ് തുടങ്ങിയ മരങ്ങളാണ്, വലിയ വൃക്ഷങ്ങളാണ്. ആ വൃക്ഷങ്ങളെല്ലാം തന്നെ സ്പോറോഫൈറ്റ്സ് ആണ്. അതിന്റെ ടിപ്പിൽ ഡെവലപ്പ് ചെയ്യുന്ന ഒരു കോൺ അല്ലെങ്കിൽ സ്ട്രോബിലസിനകത്ത് ഉണ്ടാകുന്ന ഒരു സ്പോറോഫില്ലിൽ ഡെവലപ്പ് ചെയ്യുന്ന സ്പൊറാഞ്ചിയവും അതിനകത്തുള്ള റീപ്രൊഡക്റ്റീവ് സെൽസും മാത്രമാണ് ഹാപ്ലോയിഡ്. എങ്കിലും നമുക്കറിയാം ജിംനോസ്പേമിന്റെ എൻഡോസ്പേം എന്ന് പറയുന്നത് ഹാപ്ലോയിഡ് ആണ്. അപ്പൊ കുറച്ച് വലിപ്പമുള്ള ഈ കായ്ക്കകത്തിരിക്കുന്ന ഒരു സ്ട്രക്ചർ മാത്രമായിട്ട് ഹാപ്ലോയിഡ് ജനറേഷൻ ചുരുങ്ങുന്നു. സ്പോറോഫൈറ്റ് ആണ് വലിയ പ്ലാന്റ് എന്ന് പറയുന്നത്. വീണ്ടും ജിംനോസ്പേമിലേക്ക് എത്തുമ്പോഴത്തേക്ക് നമ്മൾ കാണുന്നത് ഈ ഗാമറ്റോഫൈറ്റിക് ജനറേഷൻ അല്ലെങ്കിൽ ഗാമറ്റോഫൈറ്റ് എന്ന് പറയുന്നത് മെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചറിനകത്തും ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചറിനകത്തുമുള്ള ഏതാനും ചില സെൽസ് ആയിട്ട് ചുരുങ്ങുന്നു. നമ്മളിപ്പോൾ പറഞ്ഞത് ആന്തറിനകത്ത്, ആന്തർ വാൾസിനകത്ത്, ടപ്പേറ്റത്തിനകത്ത് മൈക്രോസ്പോർ മദർ സെൽസ് ഡിവൈഡ് ചെയ്തുണ്ടാകുന്ന മൈക്രോസ്പോർസ് മാത്രമായി ഗാമറ്റോഫൈറ്റിക് ജനറേഷൻ ചുരുങ്ങുന്നു. ബാക്കി ആ പ്ലാന്റ് മുഴുവൻ ലൈഫ് സൈക്കിൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എല്ലാം ഡിപ്ലോയിഡ് ആണ്. ഇത് പ്ലാന്റ് കിങ്ഡത്തിലെ ഒരു വലിയ എവല്യൂഷണറി പ്രോസസ്സാണ്. ഗാമറ്റോഫൈറ്റിക് ജനറേഷൻ സ്ട്രോങ് ആയിരുന്ന ആൽഗയിലും ഗാമറ്റോഫൈറ്റിക് ജനറേഷൻ സ്ട്രോങ് ആയിരിക്കുകയും സ്പോറോഫൈറ്റ് ഗാമറ്റോഫൈറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുകയും ചെയ്യുന്ന ബ്രയോഫൈറ്റിലേക്ക്, സ്പോറോഫൈറ്റും ഗാമറ്റോഫൈറ്റും ഇൻഡിപെൻഡന്റ് ആകുന്ന ടെറിഡോഫൈറ്റിലേക്ക്, ഗാമറ്റോഫൈറ്റ് ചുരുങ്ങിത്തുടങ്ങി ഒരു സീഡ് ലൈക്ക് സ്ട്രക്ചറിനകത്തേക്ക് ചുരുങ്ങിത്തുടങ്ങിയ ജിംനോസ്പേമിലേക്ക്, ഗാമറ്റോഫൈറ്റിക് ജനറേഷൻ വളരെ ഇൻസിഗ്നിഫിക്കൻ്റ് ആയ കുറച്ച് സെൽസ് മാത്രമായി റീപ്രൊഡക്റ്റീവ് സെൽസിനകത്ത് സ്ട്രക്ചേഴ്സിനകത്തേക്ക് ചുരുങ്ങിപ്പോയ ആൻജിയോസ്പേം വരെ ഈ സ്പോറോഫൈറ്റിക് ജനറേഷന്റെ ഡോമിനൻസ് പ്രോഗ്രസീവായിട്ട് സംഭവിച്ച് കൾമിനേറ്റ് ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇത് ആണ് പ്ലാന്റ് കിങ്ഡത്തിന്റെ ഏറ്റവും വലിയ എവല്യൂഷണറി പ്രോസസ്. ഇതുകൊണ്ട് എന്തൊക്കെ ഗുണമുണ്ടായെന്ന് ചോദിച്ചാൽ, നമുക്ക് ഈ ഹയർ പ്ലാന്റ്സിന്റെ എല്ലാ അഡാപ്റ്റേഷൻസും വേണമെങ്കിൽ നമുക്ക് ഈ ഒരു സ്പോറോഫൈറ്റിക് ജനറേഷന്റെ ഡെവലപ്മെന്റിലേക്ക് നമുക്ക് ആട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും. പക്ഷെ നമ്മൾ അത്തരം കാര്യങ്ങളിലേക്ക് തൽക്കാലം പോകുന്നില്ല. നമ്മൾ വിശദമായിട്ട് ഫോർത്ത് സെമസ്റ്ററിൽ എവല്യൂഷൻ ഒക്കെ പഠിക്കും, ജെനറ്റിക്സ്, എവല്യൂഷൻ, സൈറ്റോളജി ഒക്കെ വിശദമായിട്ട് പഠിക്കും. പക്ഷെ ഓർത്തിരിക്കേണ്ട ഒരു കാര്യമുണ്ട്, നമ്മൾ ഇന്ന് അടുത്ത ക്ലാസ്സുകളിൽ കാണാൻ പോകുന്നത് മൈക്രോസ്പോറോജെനസിസ്, മൈക്രോഗാമറ്റോജെനസിസ്. ഇവ കാണുമ്പോൾ എന്താണ് മൈക്രോഗാമറ്റോജെനസിസ് എന്ന് ചോദിച്ചാൽ, ഈ മൈക്രോഗാമറ്റോഫൈറ്റ് ഉണ്ടാകുന്ന പ്രോസസ്സാണ് മൈക്രോഗാമറ്റോജെനസിസ്. അതായത് മൈക്രോഗാമീറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്ട്രക്ചറിന്റെ ഡെവലപ്മെന്റ്, അതാണ് മൈക്രോഗാമറ്റോജെനസിസ്. മൈക്രോസ്പോറോജെനസിസ് എന്ന് പറഞ്ഞാൽ ആ മൈക്രോസ്പോർസ് അഥവാ നമ്മുടെ പോളൻ ഗ്രെയിൻസ് ഡെവലപ്പ് ചെയ്യുന്ന പ്രോസസ്സാണ് മൈക്രോസ്പോറോജെനസിസ്. അഥവാ ആന്തറിന്റെ സ്ട്രക്ചർ നമ്മൾ ആദ്യം കാണും. ഈ ആന്തറിന്റെ സ്ട്രക്ചർ നമ്മൾ ആദ്യം കാണും. ആന്തറിന്റെ ഡിഫറെന്റ് ലെയേഴ്സ് ഏതൊക്കെയാണെന്ന് നമ്മൾ മനസ്സിലാക്കും. ഒരു എപ്പിഡാമിസ് ഉണ്ട്, ഒരു എൻഡോത്തീഷ്യം ഉണ്ട്, ഒരു മിഡിൽ ലെയേഴ്സ് ഉണ്ട്, ടപ്പേറ്റം ഉണ്ട്, സ്പോർ മദർ സെൽസ് ഫോം ചെയ്യുന്നു. ഈ സ്ട്രക്ചറിന്റെ ഡെവലപ്മെന്റിനെയാണ് നമ്മൾ മൈക്രോ ഗാമറ്റോജെനസിസ് എന്ന് പറയുന്നത്. കാര്യം ഇവിടെ ഗമീറ്റ് ഫോം ചെയ്യുകയാണ്. മൈക്രോസ്പോറോജെനസിസ് എന്ന് പറയുമ്പോൾ ഈ മൈക്രോ ഗാമീറ്റ് ഡെവലപ്പ് ചെയ്തതിനു ശേഷം അതിൻ്റെ ചുറ്റും ഒരു വാൾ ഫോം ചെയ്യുന്നു.
ഏറ്റവും തിക്കൻഡ് ആയിട്ടുള്ള പോളൻ ഗ്രെയിൻ സ്ട്രക്ചേഴ്സ് ഡെവലപ്പ് ചെയ്യുന്നു. ഇതിനെയാണ് നമ്മൾ മൈക്രോസ്പോറോജനസിസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം പഠിക്കാനുള്ളത് ഈ ഡെവലപ്മെന്റ് ആണ്. അതുപോലെ തന്നെ ഇതിന് തുല്യമായ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചറിന്റെ ഡെവലപ്മെന്റ് ഉണ്ട്. നമ്മളതിനെ മെഗാസ്പോറോജനസിസ് എന്നും മെഗാഗാമറ്റോജനസിസ് എന്നും പറയും. അപ്പോൾ ഓർക്കേണ്ട ഒരു കാര്യം, ഇവിടെ മിയോസിസ് നടന്നതിന് ശേഷവും പിന്നെ മിയോസിസ് നടന്ന ന്യൂക്ലിയസിന് വീണ്ടും ഒരു ഡിവിഷൻ, ഒരു ട്യൂബ് സെൽ ഉണ്ടാകുന്നു, ഒരു ജനറേറ്റീവ് സെൽ ഉണ്ടാകുന്നു. ആ ജനറേറ്റീവ് സെല്ല് ഗാമീറ്റായിട്ട് ഡെവലപ്പ് ചെയ്യുന്നു, ട്യൂബ് സെല്ല് ഡിവൈഡ് ചെയ്ത് അല്ലെങ്കിൽ ഡിസൻറ്റഗ്രേറ്റ് ചെയ്ത് പോകുന്നു, പോളൻ ട്യൂബ് ഡെവലപ്പ് ചെയ്യുന്നു. ഇതെല്ലാം ഗാമറ്റോഫൈറ്റിന്റെ ഗ്രോത്ത് ആണ്, അല്ലെ? ഒരു ഗാമറ്റോഫൈറ്റ് ഫോം ചെയ്ത ശേഷം ഹാപ്ലോയിഡ് സെല്ലിന്റെ ഗ്രോത്ത് ആണ് ഇതെല്ലാം. അതുപോലെ ഫീമെയിൽ വരുമ്പോൾ അവിടെ എഗ് സെല്ല് ഒപ്പം വേറെ കുറെ ഹാപ്ലോയിഡ് സെൽസും ഉണ്ട്. അപ്പൊ ഒരു സെല്ലിലേക്ക് ഗാമറ്റോഫൈറ്റ് ചുരുങ്ങിപ്പോയി എന്ന് പറയരുത്, അവിടെ വേറെ കുറെ സെൽസും ഗാമറ്റോഫൈറ്റ് ജനറേഷനിലുണ്ട്, ഹാപ്ലോയിഡ് ജനറേഷനിലുണ്ട്. പക്ഷെ ഹയർ ആനിമൽസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഗമീറ്റ് അല്ലാതെ വേറെ ഒരു സ്റ്റേജ് പോലും നമുക്ക് ഹാപ്ലോയിഡ് ജനറേഷൻ കാണാൻ സാധിക്കുന്നില്ല. ബാക്കി എല്ലാം ഡിപ്ലോയിഡ് സെൽസ് ആണ്. ഒരു എഗ് സെല്ലും അതിനൊപ്പം ഫോം ചെയ്ത ഒരു 3 ഹാപ്ലോയിഡ് സെൽസും മാത്രം, അത് ഡിസൻറ്റഗ്രേറ്റ് പോകുന്നെങ്കിലും ഇവ മാത്രമായിട്ട് മിയോസിസിന്റെ പ്രോഡക്ട്സ് മാത്രമായിട്ട് ആനിമൽസിലേക്ക് ചുരുങ്ങിയിരിക്കുന്നു. പ്ലാന്റ്സിൽ ഈ മിയോസിന്റെ സെൽസ് വീണ്ടും ഡിവൈഡ് ചെയ്ത് ഒരു 18, 8, 16, 32, 64 സെൽസ് വരെ ഡിവൈഡ് ചെയ്യുന്ന ഒരു സ്റ്റേജ് നമുക്ക് കാണാം. അപ്പൊ നമുക്ക് പ്രവചിക്കാൻ വേണമെങ്കിൽ പ്ലാന്റ്സിൽ ഇനിയുള്ള എവല്യൂഷൻ എങ്ങനെയായിരിക്കും എന്നുള്ളത്. ഓർക്കിഡേസിയ തുടങ്ങിയ അഡ്വാൻസ്ഡ് ഫാമിലീസിൽ നമുക്ക് ആ ട്രെൻഡ് കാണാം. ഈ ഗാമറ്റോഫൈറ്റിക് ജനറേഷൻ ചുരുങ്ങി വന്ന് മിനിമം നമ്പർ ഓഫ് സെൽസിലേക്ക് ചുരുങ്ങുന്ന എവല്യൂഷനാണ് ഇനിയുള്ള കാലത്ത് പ്ലാന്റ്സിൽ സംഭവിക്കാൻ പോകുന്നത് എന്നൊരു പ്രവചനം വരെ നമുക്ക് നടത്താൻ സാധിക്കും. അപ്പോൾ ഇതാണ് നമ്മൾ ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് ഇന്ന് പറയുന്നത്. ഇതൊന്ന് ചിന്തിച്ചു നോക്കുക. നിങ്ങൾ പഠിച്ചിട്ടുള്ള ബോട്ടണി മനസ്സിൽ വെച്ചുകൊണ്ട് ഈ പറഞ്ഞ സീക്വൻസ്, ഇതിന്റെ സിഗ്നിഫിക്കൻസ്, ഇതിലെ നഷ്ടപ്പെട്ടു പോയ ലിങ്കുകൾ ഏതൊക്കെയാണ്? ആ ബ്രയോഫൈറ്റ്സിനെ നമ്മൾ ആംഫീബിയൻസ് ഓഫ് പ്ലാന്റ് കിങ്ഡം എന്ന് വിളിക്കുന്നു. ആംഫീബിയൻസ് എന്ന് വിളിക്കുമ്പോൾ കരയിലും വെള്ളത്തിലും ജീവിക്കുന്നതിലുപരി ഈ ഒരു പ്രധാനപ്പെട്ട കൺവേർഷൻ, വെള്ളത്തിൽ ജീവിക്കുന്നവയൊക്കെ ഹാപ്ലോയിഡ് ആണ്, കരയിലേക്ക് കയറുമ്പോഴാണ് ഈ സ്പോറോഫൈറ്റിക് ജനറേഷൻ ആവശ്യമായി വരുന്നത്. അപ്പോൾ ആ സ്പോറോഫൈറ്റിന്റെ എവല്യൂഷന്റെ ആദ്യത്തെ ഘട്ടത്തെ ഈ ഗാമറ്റോഫൈറ്റ് സപ്പോർട്ട് ചെയ്ത് ഡെവലപ്പ് ചെയ്യുകയാണ്. പിന്നെയാണ് സ്പോറോഫൈറ്റ് ഇൻഡിപെൻഡന്റ് ആകുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഒന്ന് ചിന്തിച്ചു നോക്കുക. നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഈ ഡെവലപ്മെന്റ് വിശദമായിട്ട് പഠിക്കാം. അടുത്ത ക്ലാസ് എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്ന രീതിയിലാണെങ്കിൽ നമ്മുടെ ഓഫ്ലൈൻ ക്ലാസ് തന്നെയായിരിക്കും. നിങ്ങൾക്ക് കോളേജിലേക്ക് വരാൻ പറ്റും, അല്ലെങ്കിൽ നമുക്ക് ഓൺലൈൻ ക്ലാസ് അടുത്ത ക്ലാസ്സിൽ നമുക്ക് വിശദമായിട്ട് ഡെവലപ്മെന്റ്സ് പഠിക്കാം.